Hi guys, welcome to my channel. My name is Namita and this is going to be my first ever vlog. സോ എൻ്റെ വ്ളോഗ് തുടങ്ങുന്നത് ഞാൻ ചൈനയിലെ ഒരു മെട്രോയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഓരോ കൺട്രിയിൽ ഓരോ ആഴ്ച മിക്കവാറും പോവും. സോ ഇപ്പം ഞാൻ ചൈനയിൽ എത്തിയിട്ട് എമിഗ്രേഷനിലേക്ക് ഒരു മെട്രോ പിടിച്ച് പോവാണ്. എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറും. ഇതാണ് ഞാൻ എൻ്റെ ബസ്സിൽ അവസാനം വന്ന് ഞാൻ ഇവിടെ ഇരുന്നു. ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്, ഞാൻ എവിടെ നോക്കിയാലും അപ്പൂപ്പൻ താടികളാണ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ ഏരിയയിലൊക്കെ അപ്പൂപ്പൻ താടീനെ എന്താ വിളിക്കുന്നതെന്ന്, പക്ഷേ ഈ ചൈനയിൽ മൊത്തം അപ്പൂപ്പൻ താടികളാണ്. അത് കണ്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു രാജ്യത്ത് പോയിട്ട് ഇത്രയും അപ്പൂപ്പൻ താടികൾ കാണുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നോന്ന്, പക്ഷേ ആ റോഡിൽ മൊത്തം അപ്പൂപ്പൻ താടികളായിരുന്നു. അത് കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമിലേക്ക് പോവാണ്. ഞാനെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ വന്നു. ഇനിയിപ്പം മുഖത്തെ മേക്കപ്പ് ഒക്കെ ഒന്ന് ഊരിയിട്ട് വിശക്കുന്നു. അപ്പം രണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ പോയി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന്. അപ്പം ഷടപടയെന്ന് മേക്കപ്പ് ഊരാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ എൻ്റെ നാളത്തെ പരിപാടികളെ കുറിച്ച് പറഞ്ഞുതരാം. യൂഷ്വലി ലേ ഓവറിന് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വലിയതായിട്ടൊന്നും പുറത്തൊന്നും പോകത്തില്ല. അൺടിൽ ആൻഡ് അണ്ടേഴ്സ് ഇറ്റ്സ് എ ഗുഡ് ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് അവിടെ കാണാനുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം പുറത്തും എത്ര ടയർഡാണേലും. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഞാൻ ചൈനയിൽ വന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെയല്ല, ബെയ്ജിങ്ങിലല്ല വന്നേ. ഞാനാണെങ്കിൽ ഗ്വാൻസു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയി. ഗ്വാൻസു എന്നല്ല, ഗ്വാൻചു എന്ന് എന്തോ അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സ്ഥലത്ത് അവിടെ ചെല്ലാൻ നേരത്തെ ഞങ്ങൾ പുറത്തു പോയി. അധികം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തു പോയി. അപ്പം ഇവിടെ വരാൻ നേരത്തെ ഫ്ലൈറ്റിലെ ഞങ്ങളുടെ ഫ്ലൈറ്റിന് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ബ്രീഫിംഗ് റൂം ഉണ്ട്. അപ്പം ഞങ്ങൾ ആ ബ്രീഫിംഗ് റൂമിൽ കയറിയിട്ടാണ് ഞങ്ങൾ ക്രൂവിനെ എല്ലാം പരിചയപ്പെടുന്നത്. ആ ഫ്ലൈറ്റിൽ ആരൊക്കെയുണ്ട്, ആരുടെയോടാ പറക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും പേരെന്താ, എവിടുന്ന, ഏത് രാജ്യത്തുനിന്നാ, ഇതൊക്കെ. അപ്പം ഇന്ന് ബ്രീഫിംഗ് റൂമിൽ കയറാൻ നേരത്തെ തന്നെ എല്ലാവരും പറയുന്നു, ഇപ്പം നമുക്കെല്ലാം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോവാം, വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലേ, വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലേ. അപ്പൊ പിന്നെ എല്ലാവരും അവിടെ പോകാനായിട്ട് എല്ലാവരും ഓൾറെഡി മനസ്സ് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ക്രൂ ആയിരുന്നു. അപ്പൊ പിന്നെ വൈ നോട്ട്, എന്നാ പിന്നെ അവിടെ പോയേക്കാം. അപ്പം നാളെ എന്നിപ്പോ ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. ഇന്നിപ്പോ ഇവിടെ ഇപ്പം വൈകുന്നേരം 6:50 PM ആയി. അപ്പൊ ഇന്നിനിയും പോകാനൊന്നും സമയമില്ല. നാളെ രാവിലെ 9 മണിക്ക് ഈ ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നാളത്തെ എൻ്റെ പരിപാടി ഇതാണ്. രാവിലെ ഞങ്ങൾ ക്രൂ, എനിക്കൊന്നൊരു 6-7 പേരുണ്ടെന്ന് തോന്നുന്നു, ഇൻക്ലൂഡിങ് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ പോവാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലൈറ്റ് നാളെ രാത്രിയാണ്. നാളെ രാത്രി 8 ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം, ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം. സോ അതിനു മുമ്പ് പോയിട്ട് ഞങ്ങളെല്ലാം തിരിച്ചു വരും. അതാണ് എൻ്റെ നാളത്തെ പരിപാടി. ഇതാണ് എൻ്റെ ചൈന. യൂഷ്വലി ഞങ്ങളൊരു ലേവർ പോയാൽ മിക്ക ഡെസ്റ്റിനേഷനിലും ഞങ്ങൾക്ക് ജസ്റ്റ് 24 hours മാത്രമേ കിട്ടാറുള്ളൂ. അപ്പൊ ആ 24 hours കൊണ്ട് മാക്സിമം ചില ക്രൂ ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ എനിക്കതിനുള്ള ശക്തിയും ത്രാണിയില്ല. അതുകൊണ്ട് നല്ല നല്ല സ്ഥലങ്ങളാണെങ്കിൽ ഞാനൊന്ന് പോവും. പക്ഷെ ഇഫ് ഐ എം ടു ടയേർഡ്, എന്നെ കൊണ്ട് എണീക്കാൻ പറ്റാത്ത ടയേർഡ് ആണെങ്കിൽ ഇല്ല ഗൈസ്, നിങ്ങൾ പോയിട്ട് വാ. മേക്കപ്പ് നൂരിയിട്ട് താഴ്ച ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്കൊരു എനർജി ഇല്ല. വീഡിയോൻ്റെ അകത്ത് പറയുന്ന നേരത്തെ തന്നെ എന്നെ കൊണ്ട് പറയാനങ്ങോട്ട് പറ്റുന്നില്ല. മേക്കപ്പ് ഊരുന്നതാണ് ഏറ്റവും വലിയൊരു ചടങ്ങ്.
ഇനി വേഗം റെഡിയായി താഴെ ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് വാങ്ങാം. ഓക്കെ, ഞാൻ പോയ അതേ സ്പീഡിൽ തിരിച്ച് റൂമിലേക്ക് കയറി പോവാണ്. കാരണം താഴെ ചെല്ലാൻ നേരത്ത് അവർ പറഞ്ഞു 2 റെസ്റ്റോറൻറ്റ്സും ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്, സോ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ. കുറച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ടൈം ഫോർ മൈ റൂം ടൂർ. റൂമിലേക്ക് കയറി വരാൻ നേരത്ത് ഇങ്ങനത്തെ ഒരു കൊച്ചു കൊറിഡോർ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടാണ് എൻ്റെ കബോർഡ്. അവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ യൂണിഫോം മാത്രം വെച്ചിട്ടേ ഉള്ളൂ. 2-3 വലിയ വലിയ മിറേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കാൻ നേരത്ത് ഒരു മേക്കപ്പ് ഏരിയ ഉണ്ട്. അവിടെ നല്ല മേക്കപ്പ് ഇട്ടത്, പക്ഷെ എന്നാലും അവിടെ ഒരു മേക്കപ്പ് ഏരിയ, പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടബ്, പിന്നെ ടോയ്ലറ്റ്, പിന്നെ ഒരു വലിയൊരു മിറർ. നൈസ് മിററാണ്, നല്ലൊരു ഹോട്ടലാണിത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ നേരത്ത് 2 ബെഡ് എന്തിനാണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അതിനു മുമ്പ് തന്നെ ഇതുണ്ട്, ടീ കോഫി ഏരിയ. 2 വലിയൊരു ബെഡ്, എനിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. ഞാൻ ഒറ്റ ഒരു വ്യക്തി മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ 2 ബെഡ്, പിന്നെ ഈ ഒരു കൊച്ചു ഏരിയ, പിന്നെ ഒരു വലിയൊരു വ്യൂ ഉള്ള വലിയൊരു വിൻഡോ അല്ല, ജസ്റ്റ് അത് ക്ലോസ്ഡ്, നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. കാരണം ടോപ്പ് ഫ്ലോറിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല. അതോ പറ്റുന്നതാണോ എനിക്കറിയത്തില്ല, ഞാൻ നോക്കി പോലും ഇല്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് ചേട്ടൻ വന്ന് ബെല്ലടിച്ചു. ഞാൻ ചെന്ന് ഡോർ തുറന്നു. ചേട്ടനാണെങ്കിൽ ഉള്ളിൽ കയറി എൻ്റെ ഫുഡ് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ അനുസരണശീലം എൻ്റെ ക്യാമറയ്ക്ക് പോയി, താഴെ വീണു. 1 2 3 പടക്കം വീണു. അടുത്ത ക്ലിപ്പിൽ ഞാൻ എൻ്റെ ഫുഡ് കാണിക്കാം. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് നാസി ഗുറ എന്ന് പറഞ്ഞൊരു ഫുഡാണ്. അത് പ്രോൺസിൻ്റെ ക്രാക്കേഴ്സാണ്, ആ പപ്പടം പോലെ ഇരിക്കുന്ന സാധനം, പിന്നെ റൈസ്, പിന്നെ കുറച്ച് ചിക്കൻ പീസസ് ആൻഡ് സം വെജീസ് ആസ് യൂഷ്വൽ ഞാൻ തൊട്ടില്ല. ബട്ട് യാ, അങ്ങനെ ഞാൻ വേഗം ഒന്ന് കുളിച്ചു. ഇനി കിടക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് സ്കിൻ കെയർ ചെയ്തിട്ട് ഹായ് ഗൈസ്, ഞാൻ രാവിലെ എണീറ്റു. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന തിങ് അത് പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം ഐ വാസ് ടു ടയേർഡ്. എനിക്കാണെങ്കിൽ ഉറക്കം ശരിയാവാഞ്ഞിട്ട് ഐ ജസ്റ്റ് കുഡ്ന്റ് ഗോ. അപ്പം ഞാൻ രാവിലെ റിസപ്ഷൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ആ ട്രിപ്പ്. സോ ഇപ്പം ഞാൻ എണീറ്റു വരും, ബ്രഷ് മൈ ടീത്ത്, ഞാനൊരു ഉടുപ്പിട്ടു. Now I'm gonna go for breakfast. I mean, honestly, I'm kind of sad I couldn't go for it. പക്ഷെ എന്നാലും when your sleep is not proper, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പ്ലസ് ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ മീ എത്ര ലേറ്റ് ആയാലും രാത്രി ആയാലും മൈൻഡ് ഡൂയിങ് തിങ്സ്. പക്ഷെ രാവിലെ സോ നോട്ട് മൈ വൈബ്. സോ ഇവിടെ നിന്ന് എന്തോ ഇട്ടു, എന്നിട്ട് I'm just gonna go for breakfast. Okay, I'll show you the breakfast. സോ ഇതാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്
കഴിക്കാൻ വരാൻ നേരത്ത് കണ്ട കാഴ്ച, ഒരു സൈഡിൽ ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റും മറ്റേ സൈഡിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു. ഞാൻ ചൈനീസിൻ്റെ അത്ര വലിയ ഫാൻ അല്ല, അതുകൊണ്ട് ഞാൻ ചൈനീസ് അങ്ങനെ എടുത്തില്ല. ഞാൻ എടുത്തത് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഒക്കെയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഒന്നുമല്ല, ഫ്രൂട്ട്സ് മാത്രമാണ്. ഫ്രൂട്ട്സും കുറച്ച് പാൻ കേക്ക്സ് ഒക്കെ മാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ കഴിപ്പ് തുടങ്ങി. കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അടുത്തൊരു മോളുണ്ട്, അപ്പം ആ മോളിലേക്ക് പോകാമെന്ന്. അപ്പം ദിസ് ഇസ് മീ വാക്കിംഗ് ടുവേർഡ്സ് ദ മോൾ. അതിനിടയ്ക്ക് കുറേ ചൈനീസ് ആൾക്കാർ അവരെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നടക്കുക. ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ എനിക്കാണെങ്കിൽ ഒരു കൊച്ചു ചൈനീസ് സിസ്റ്റർ വന്നു. ഞാൻ എൻ്റെ അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് കഴിക്കായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ പിസ്സ കഴിക്കാനായിട്ട് വന്നായിരുന്നു. അവൻ്റെ പല്ല് തന്നെ നോക്കുകയായിരുന്നു ക്യാമറയിൽ. പക്ഷെ എന്ത് ക്യൂട്ടാന്ന് നോക്ക്. കുറച്ചേരം നിങ്ങൾ സംസാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ മോളിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. അവിടെ നോക്കാൻ നേരത്താണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്, ഒരു കണ്ണിമാങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരാ ചൈനയിലും കണ്ണിമാങ്ങ. പിന്നെ ബാക്കിലത്തെ കോഴിയുടെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് മുട്ടയാണെന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. എനിക്ക് തിരിച്ച് ഫ്ലൈറ്റിന് പോകാൻ ഞാൻ റെഡി ആവാൻ തുടങ്ങുക. Hair was done. എനിക്കറിയത്തില്ല വായിക്കുന്നത് എങ്ങനെയാന്ന്, പക്ഷേ ഗെസ്സിങ് ഇറ്റ്സ് ഓക്കെ. ഇനിയും മേക്കപ്പ്. ഞാൻ മേക്കപ്പിൽ അങ്ങനെ പ്രോ ഒന്നുമല്ല. എനിക്ക് ആക്ച്വലി ലൈക്ക് മേക്കപ്പ് ഇടാൻ അധികമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ലുട്ടിലൊടുക്ക് രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് പെട്ടി പാക്ക് ഓൾറെഡി ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മാത്രം മതി. സോ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വ്ലോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇഫ് യു ഡിഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. അതായിരിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കൂടെ ആയിരിക്കും. സോ ദാറ്റ്സ് വെരി മച്ച് ഇറ്റ്. താങ്ക് യു ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം. ഇനി വേറെ ഏതെങ്കിലും കൺട്രിയിലോ വേറെ ഏതെങ്കിലും ഒരു ദിവസം വ്ലോഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.